നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ആക്രമണത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള. ലെബനൻ മണ്ണിൽ ഇതുവരെ ഇസ്രയേൽ സേന കടന്നു കയറിയിട്ടില്ല എന്ന് ഹിസ്ബുള്ളയുടെ ഔദ്യോഗിക വക്താവ്. എന്നാൽ ലെബനൻ മണ്ണിലേക്ക് ഇസ്രയേൽ സേന ഇരച്ചു കയറിയപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ ഭയന്നോടിയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രചരിക്കുമ്പോഴാണ് ഇപ്പോൾ ഹിസ്ബുള്ള വിശദീകരണവുമായി കളത്തിലിറങ്ങിയത്. ഹിസ്ബുള്ളയുടെ പിന്മാറ്റം ഏറെ മാനഹാനി ഉണ്ടാക്കുന്നത് ഇറാന്. ഇതുവരെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി വാതോരാതെ വാദിച്ചിരുന്നവരായിരുന്നു ഇറാൻകാർ. ഇറാനെ ഭയം അത് വല്ലാതെ വേട്ടയാടുന്നു. തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ മൊസാദിന്റെ സാന്നിധ്യമുണ്ട് എന്നവർ ഭയക്കുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് പറയുന്നതും അതുതന്നെ. തങ്ങളുടെ തന്ത്രപ്രധാനമായ പല സ്ഥാനങ്ങളിലേക്കും മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞു, നിങ്ങളുടെ ഭരണകൂടത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത്. 5 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഭീകര ശൃംഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ ഭരണകൂടമാണ്. അവർ സാധാരണ ജനങ്ങളെ മറക്കുന്നു, നിങ്ങളെ ഇരുട്ടിലേക്ക് നയിക്കുന്നു. കഠിനമായ നീക്കങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മന്ത്രിസഭ 8:30 മണിയോടെ യോഗം ചേരുന്നു. വൈകുന്നേരം അരമണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സേന ലെബനൻ മണ്ണിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്രയേൽ സേനയുടെ ഏറ്റവും ക്രൂരവേട്ടക്കാരാണ് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണവുമായി ഇറങ്ങിത്തിരിച്ചത്. ഡിവിഷൻ 98 മുൻപ് ഹമാസിനെതിരെയുള്ള ആക്രമണത്തിൽ ക്യാൻ യൂനിസ് കേന്ദ്രീകരിച്ച് ഏറ്റവും കടുത്ത ആക്രമണങ്ങൾ നടത്തിയവരാണ് ഡിവിഷൻ 98. ജലമാർഗം ടാങ്കുകളും കവചിത വാഹനങ്ങളുമൊക്കെ ലെബനൻ മണ്ണിൽ പ്രവേശിച്ചു. മറുപുറത്ത് പാരാട്രൂപ്പ് സംഘാംഗങ്ങൾ എയർ ഡ്രോപ്പിങ്ങിലൂടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപമിറങ്ങി. ആദ്യം ഇസ്രയേൽ കൃത്യമായ മുന്നറിയിപ്പാണ് തെക്കൻ ലെബനനിലെ ജനങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ ചുരുങ്ങിയത് 20 കിലോമീറ്ററെങ്കിലും പിൻവാങ്ങുക. രാത്രിയിൽ അപ്രതീക്ഷിതമായി ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ സേന ലെബനൻ മണ്ണിൽ പ്രവേശിച്ചു. തുടർന്ന് 5 കിലോമീറ്ററോളം ദൂരത്തിൽ ഹിസ്ബുള്ളയിലെ തീവ്രവാദികൾ ചിതറി പിന്നോക്കമോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഹിസ്ബുള്ള പോസ്റ്റുകളിൽ നിന്ന് അടിയന്തരമായി ഹിസ്ബുള്ളക്കാർ ഒഴിഞ്ഞു പോകണം എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഏതെങ്കിലും വിധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇറാൻ കളത്തിലിറങ്ങിയാൽ തങ്ങളും ആക്രമണത്തിൽ ഒത്തുചേരുമെന്ന് US പ്രഖ്യാപനം. തുടർന്ന് ഇറാൻ ഭയചകിതരാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒടുവിൽ കലിതുള്ളി നിൽക്കുന്ന ഇസ്രയേൽ, ചോരയിൽ കുളിച്ച് ലെബനൻ. ഈ യുദ്ധം എവിടേക്ക് എന്ന് ലോകം ചോദിക്കുമ്പോൾ ഇസ്രയേലിന് കൃത്യമായ ഉത്തരമുണ്ട്. ഭീകരതയുടെ അടിവേരറുത്ത് മാത്രമേ തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങൂ. ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ തിരികെ ഏൽപ്പിച്ചാൽ ഇനി ഹമാസിനെ വെറുതെ വിടാം. പക്ഷേ ഗാസയിൽ ഒരു ഭരണകൂടത്തിന് ഹമാസ് ശ്രമിക്കരുത്. ഗാസയിൽ ബഫർ സോൺ ഒരുക്കി തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നാണ് ഇപ്പോഴും ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. സമാനമാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്തിലേക്ക് ജനങ്ങൾ മാറണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന. 20 കിലോമീറ്റർ അകലെയുള്ള ഒരു നദിക്കക്കരയിലേക്ക് നിങ്ങൾ കടക്കണം. ഈ പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇസ്രായേലിന്. വരുന്ന 21 ദിവസം ഒരു വെടിനിർത്തൽ. ഈ ആവശ്യവുമായി ആദ്യം ഇസ്രായേലിനെ സമീപിച്ചത് അമേരിക്കയും തുടർന്ന് ഫ്രാൻസും. എന്നാൽ ആവശ്യങ്ങൾക്ക് മുൻപിൽ മുഖം തിരിക്കുകയായിരുന്നു ഇസ്രായേൽ. തുടർന്ന് നെതന്യാഹു ലോകത്തോട് പ്രഖ്യാപിച്ചു, ഹിസ്ബുള്ളയെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വിശ്രമിക്കൂ. ഇതുവരെ ഇസ്രായേൽ പിന്തുടർന്നത് പ്രതിരോധമെന്ന തന്ത്രം. എന്നാൽ പ്രതിരോധത്തിൽ നിന്ന് അവർ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഹിസ്ബുള്ള ഒരിക്കലും വിചാരിച്ചില്ല ഇത്തരമൊരു നയംമാറ്റം. അവിടെയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ സമാനതകളില്ലാത്ത മാരക പ്രഹരവുമായി ഇസ്രായേൽ സേന അണിനിരക്കുന്നത്. ഇറാന്റെ നിലപാടിൽ സംഭവിച്ച ഒരു വൈരുദ്ധ്യം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. തുടക്കം മുതൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും യമനിലെ ഹൂതികൾക്കുമൊക്കെ മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഇറാൻ നിലകൊണ്ടു. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ തങ്ങൾ യുദ്ധത്തിന് നിർബന്ധിതരാകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇറാനില്ല എന്ന് ലോകത്തിന് മുന്നിൽ അവർ തന്നെ തുറന്നു കാട്ടുന്ന വിചിത്ര കാഴ്ചകളാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചത്, ഇനി തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങില്ല, എല്ലാ ഭീകര സംഘടനകളുടെയും അടിവേരിറക്കും. ഒക്ടോബർ 7-ാം തീയതി അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്.
ഒക്ടോബർ 1-ാം തീയതിക്ക് മുൻപ് ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ വരുന്ന 6 ദിവസങ്ങൾ കൊണ്ട് ആക്രമണങ്ങൾ പൂർത്തിയാക്കി ഒക്ടോബർ 7-ാം തീയതി വിജയം ആഘോഷിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനു മുൻപ് ഹമാസിനെ പൂർണ്ണമായി കാൽച്ചുവട്ടിലെത്തിക്കണം. ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനകളെ പപ്പടമാക്കണം. ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹേഴ്സി ഹലേവി ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഹൂതികളെ മാത്രമല്ല, ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടി മാത്രമേ ഇസ്രായേൽ സേന ഇനി പിൻവാങ്ങൂ. ലോകരാജ്യങ്ങളിൽ ചിലർ ഇസ്രായേലിനോട് ലെബനനിൽ ഒരു കരയുദ്ധത്തിന് ശ്രമിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തി. ആദ്യമെത്തിയത് സ്പെയിൻ തന്നെയാണ്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നീങ്ങുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തച്ചു തകർത്ത് എന്നേക്കുമായി ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒരുപാട് കണക്ക് തീർക്കാനുണ്ട് അമേരിക്കയ്ക്ക് ഹിസ്ബുള്ളയോട്. ലെബനൻ മണ്ണിൽ ഇസ്രായേൽ സേന കടന്നു കയറിയിട്ടില്ല എന്ന് ഹിസ്ബുള്ളയുടെ വക്താവ് പറയുമ്പോഴും മറുവശത്ത് ഹിസ്ബുള്ള മറ്റു ചില വിശദീകരണങ്ങൾ നടത്തുന്നു. അതിർത്തിയിലെ മേട്ടുല എന്ന പ്രദേശം കേന്ദ്രമാക്കി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും തമ്മിൽ പോരാട്ടം നടക്കുന്നുവെന്നാണ് ഹിസ്ബുള്ളയുടെ വിശദീകരണം. തങ്ങളുടെ പ്രധാന നേതാക്കളൊക്കെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഹിസ്ബുള്ള എങ്ങനെ ഏകോപനത്തോടെ ഇസ്രായേലിനെതിരെ പൊരുതും എന്ന സംശയമാണ് ലോകത്തിന് മുന്നിൽ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഹിസ്ബുള്ളയെ സഹായിക്കാൻ എത്തുന്നില്ല എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയീം കാസിം ഇക്കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പ്രവർത്തകരോട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയിലുടനീളം അദ്ദേഹം വിയർത്തും കരഞ്ഞുമാണ് സംസാരിച്ചത്. പലപ്പോഴും കണ്ണു തുടച്ചു. ഒരു തരത്തിലുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലോ മുഖത്തോ പ്രകടമായിരുന്നില്ല. ഇറാന് തെറ്റുപറ്റി എന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. ഹിസ്ബുള്ളയെ ഇളക്കിവിട്ട് ഹമാസിനെ കൊണ്ട് ഇസ്രായേൽ സേനയ്ക്കെതിരെ പോരാട്ടത്തിനിറങ്ങി വലിയ ചരിത്രമണ്ടത്തരമാണ് ഇറാൻ കാട്ടിക്കൂട്ടിയത്. അതിലപ്പുറം ഹൂതികളുടെ ആക്രമണത്തിന് പിന്നിലും ഇറാൻ തന്നെയാണ്. ഒടുവിൽ അനുഭവിക്കുന്നത് ഇറാനാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ. ഹിസ്ബുള്ളയ്ക്ക് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾക്കപ്പുറം ഒരു കരയുദ്ധം അത് ഇറാൻ കണക്കുകൂട്ടിയതേയില്ല. അവിടെയാണ് ഇറാന്റെ കണക്കുകൂട്ടലുകൾ തകർന്നടിയുന്നതും അവർ പരിഭ്രമിച്ച് പിന്നോട്ട് പായുന്നതും. കരയുദ്ധത്തിനേറെ പ്രഗത്ഭരായ ഡിവിഷൻ 98-ഉം അവരുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഗോയി ലെവിയുമാണ് ഇപ്പോൾ കരയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ടാങ്ക് വിഭാഗം ബ്രിഗേഡ് 7 അവർക്കൊപ്പം നീങ്ങുന്നു. 2023 ഡിസംബർ മുതൽ 2024 മാർച്ച് വരെ കാൻ യൂനിസ് കേന്ദ്രീകരിച്ച് ഡിവിഷൻ 98 നടത്തിയ അതിശക്തമായ ആക്രമണ പരമ്പര. ആക്രമണത്തിലാണ് മിക്ക ഹമാസ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞത്. നിലവിളിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഡിവിഷൻ 98 ലഫ്റ്റനന്റ് കേണലിന്റെ ഒരു പ്രസ്താവന ഇതിനിടയിൽ പുറത്തുവന്നു. ഞങ്ങൾക്ക് രാജ്യത്തോടൊന്നു മാത്രമേ പറയാനുള്ളൂ, ഒരു വലിയ ചരിത്രം നിങ്ങൾ എഴുതിക്കോളൂ. ഗാസയിൽ ഞങ്ങൾ അവലംബിച്ച മാർഗമല്ല ഇപ്പോൾ ലെബനനിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് അവർ പറയുന്നത്. ഗാസയിൽ ഞങ്ങൾ ചെറിയ തോതിലുള്ള ആക്രമണങ്ങളോടെയായിരുന്നു യുദ്ധം തുടങ്ങിയത്. എന്നാൽ തെക്കൻ ലെബനനിൽ കാര്യങ്ങൾ നേരെ മറിച്ചും. ശക്തമായ ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ തുരത്തി ഓടിച്ച് അവരുടെ കേന്ദ്രങ്ങളിൽ കടന്നു കയറി അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ. ഇസ്രായേൽ ജനതയ്ക്ക് എന്നും അഭിമാനിക്കാം, കാരണം നിങ്ങൾക്കൊരു വീരചരിത്രം എഴുതാമെന്നാണ് ലഫ്റ്റനന്റ് കേണൽ പറഞ്ഞത്. നേരത്തെ ഗാസ മുനമ്പിൽ പ്രവേശിച്ച IDF ആദ്യം പരിമിതമായ ആക്രമണങ്ങളിലൂടെയായിരുന്നു യുദ്ധം തുടങ്ങിയത്. ക്രമേണ അവരുടെ ശക്തിയും ആക്രമണത്തിന്റെ തോതുമൊക്കെ വർദ്ധിപ്പിച്ചു. എന്നാൽ തെക്കൻ ലെബനനിൽ കടന്നുകയറി അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തുന്നത്. ശത്രുവിനെ നിഗ്രഹിക്കും വരെ അവർ പോരാട്ടത്തിൽ അതിശക്തരായി തുടരും. ഇതിനകം തന്നെ ഡസൻ കണക്കിന് റെയ്ഡുകൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തങ്ങൾ നടത്തിയെന്നാണ് ഇപ്പോൾ IDF വിശദീകരിക്കുന്നത്. വിശദമായ പത്രക്കുറിപ്പും അവർ പുറത്തിറക്കി. തങ്ങളുടെ ആക്രമണം നടന്ന പ്രദേശങ്ങളുടെ വീഡിയോകൾ അടക്കമാണ് IDF ഇപ്പോൾ വിശദമായി കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഹിസ്ബുള്ള വിശദീകരിക്കുന്നത് പോലെ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം അവർ കാണുന്നില്ല എങ്കിൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ: 20 കിലോമീറ്ററുകൾക്കകലെ അവർ ഭയപ്പെട്ട് ഓടിയിട്ടുണ്ടാകാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.